പ്രിയപ്പെട്ടവരെ, ശാലോം ടി വി ഒരുക്കുന്ന മദർ ഓഫ് ഗോഡ് എന്ന ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പരിശുദ്ധ അമ്മയെപ്പറ്റിയുള്ള ഒരു വിശദമായ പഠനം നടത്തുകയായിരുന്നു. പ്രത്യേകിച്ച് ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ ക്രൈസ്തവ പാരമ്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടും. ഇതിൽ നാം കണ്ടു, പരിശുദ്ധ അമ്മ യേശുവിനോടൊപ്പം രക്ഷണീയ കർമ്മത്തിൽ പങ്കുചേരുകയും അതുപോലെ തന്നെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദിവ്യ ദൗത്യം ഇന്നും തുടർന്നു കൊണ്ടുപോവുകയും ചെയ്യുന്നു. ക്രൈസ്തവ വിശ്വാസം, മേരിയിലുള്ള ആ സ്നേഹം, വിശ്വാസം ഏറ്റുപറയുന്നതാണ് നമ്മുടെ സഭയിലുള്ള പ്രാർത്ഥനകൾ, ഭക്താഭ്യാസങ്ങൾ. പ്രത്യേകിച്ച് സമൂഹ പ്രാർത്ഥന. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലുമൊക്കെ നാം ഒന്നിച്ചിരുന്നുകൊണ്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാറുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ കർത്താവിൻ്റെ മാലാഹ എന്ന പ്രാർത്ഥനയെപ്പറ്റിയും പരിശുദ്ധ രാജ്ഞി എന്ന പ്രാർത്ഥനയെപ്പറ്റിയുമൊക്കെ നമ്മൾ വിചിന്തനം ചെയ്തു. അതിൻ്റെ അർത്ഥത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലുവാൻ നാം പരിശ്രമിച്ചു. ഇന്ന് നമ്മൾ കൂടുതലായി ചിന്തിക്കുന്നത്, നാം എല്ലാം കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ നമ്മുടെ അമ്മമാർ നമ്മെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, എത്രയും ദയുള്ള മാതാവേ എന്ന ആ പ്രാർത്ഥന. അന്ന് അതിൻ്റെ അർത്ഥം അറിയാമായിരുന്നുവെങ്കിലും ഇല്ലെങ്കിലും നാം ചൊല്ലിക്കൊണ്ടിരുന്നു. അതിലൊരു ആനന്ദം കണ്ടെത്തിയിരുന്നു. ഓരോ ദിവസവും ചെല്ലും തോറും, ചിന്തിക്കും തോറും അർത്ഥപൂർണ്ണമാണ് അതിൻ്റെ ആ പ്രാർത്ഥന. കാരണം നമുക്കറിയാം, ക്രൈസ്തവ വിശ്വാസം വളരുന്നത് തന്നെ ഇപ്രകാരമുള്ള പ്രാർത്ഥനയിൽ കൂടിയും ഭക്താഭ്യാസത്തിൽ കൂടിയുമാണ്. അതാണ് നമ്മുടെ കുടുംബ പശ്ചാത്തലം. ആ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് നാം വളരുന്നതും നമ്മുടെ വിശ്വാസം വലുതാകുന്നതും. അതുകൊണ്ട് അമ്മയോടുള്ള ഈ പ്രാർത്ഥനയെപ്പറ്റി ഇന്നത്തെ ദിവസം നമുക്ക് കൂടുതലായി വിചിന്തനം ചെയ്യാം, നമുക്ക് ചിന്തിച്ച് അത് വിശകലനം ചെയ്യുകയും ചെയ്യാം. അച്ഛാ, തിരുസഭയിൽ നമ്മൾ എപ്പോഴും നിരന്തരം ചെല്ലാറുള്ള ഒരു പ്രാർത്ഥനയാണ് എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥന. ഈ എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥനയ്ക്ക് തിരുസഭയിൽ ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് എന്താണെന്നൊന്ന് വിശദീകരിക്കാമോ? എന്തുകൊണ്ടാണ് എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരുമിച്ച് ഒന്നിച്ച് ആ പ്രാർത്ഥന ഒന്ന് ചെല്ലാം. അതുവഴി നമുക്ക് തന്നെ മനസ്സിലാകും എന്തുകൊണ്ടാണ് നാം എല്ലാവരും ഈ പ്രാർത്ഥന ചെല്ലുന്നത് എന്ന്. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സംഗീതത്തിലൂടെ വന്ന് നിന്റെ സഹായം അപേക്ഷിച്ച് നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരെ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചായി കേട്ടിട്ടില്ല. നിന്നെ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയെ കനികെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിൽ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയായ്ക്കത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നടക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടരുളണമേ. ആമേൻ. നാം ഈ പ്രാർത്ഥന നമ്മുടെ കുഞ്ഞുനാളിലെ ചൊല്ലിത്തുടങ്ങിയതാണ്. എത്ര പ്രാവശ്യം ചൊല്ലിയാലും അതിൻ്റെ ആ മാധുര്യം നമുക്കൊരിക്കലും നഷ്ടപ്പെടുന്നതായി തോന്നുന്നില്ല. കാരണം വളരെ ലളിതമാണ് ഇതിനകത്തെ പ്രാർത്ഥനയിലെ ഓരോ വാക്കുകളും, അതുപോലെ തന്നെ അർത്ഥപൂർണ്ണമാണ്. ഇത് ആരംഭിക്കുന്നത് 12-ാം നൂറ്റാണ്ടിലാണ്. പറയപ്പെടുന്നത് വിശുദ്ധ ബെർണാർഡാണ് ഈ പ്രാർത്ഥന എഴുതിയതെന്നാണ്. വിശുദ്ധ ബെർണാർഡാണ് ഇത് എഴുതിയെങ്കിലും ഇത് സഭയുടെ മുഴുവൻ പാരമ്പര്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. 2000 വർഷത്തെ ക്രൈസ്തവരുടെ വിശ്വാസത്തെ ഉൾക്കൊള്ളുന്ന ഒരു പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയാണിത്. നമുക്ക് നോക്കാം. എത്രയും ദയയുള്ള മാതാവി. പരിശുദ്ധ അമ്മയെ നാം ഏറ്റവും സ്നേഹം നിറഞ്ഞ ദയയുള്ള ഒരമ്മയായി കാണുകയാണ്. കുരിശിൻ ചുവട്ടിൽ വെച്ച് യേശുനാഥൻ ഇതാണ് പറഞ്ഞത്, ഇതാ നിൻ്റെ അമ്മ. എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ചൂണ്ടിക്കൊണ്ടാണ് പറഞ്ഞത്, ഇതാ നിൻ്റെ അമ്മ. ആ അമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ നമ്മൾക്കെല്ലാവർക്കും മനസ്സിലാകുന്നത് ദയാപൂർണയായ ഒരമ്മയാണ്, സ്നേഹം നിറഞ്ഞ ഒരമ്മയാണ്. ഈ സ്നേഹം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്ന നിമിഷങ്ങളെ നാം കണ്ടുകൊണ്ടാണ് ഈ പ്രാർത്ഥന ചെല്ലുന്നത്.
എത്രയും ദയുള്ള മാതാവേ. യേശുവിൻ്റെ അമ്മ നമ്മുടെ അമ്മയാണെന്നും ആ അമ്മയെ നാം എല്ലാവരും ബഹുമാനിക്കണമെന്നും സഭ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഭയുടെ പാരമ്പര്യവും അതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പരിശുദ്ധ അമ്മയെപ്പറ്റി പറയുന്ന ഭാഗമുണ്ട്. അവിടെ 967, 968, 969 ഈ നമ്പറുകളിൽ പരിശുദ്ധ അമ്മ ആരാണെന്നും നമ്മളോടുള്ള ബന്ധം എന്നാണെന്നും തിരുസഭ തന്നെ ഔദ്യോഗികമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു ഭാഗം ഞാൻ വായിക്കാം. സഭയെയും മനുഷ്യവംശം മുഴുവനെയും സംബന്ധിച്ചുള്ള അവളുടെ ധർമ്മം ഇതിനേക്കാൾ വ്യാപകമാണ്. ആത്മാക്കൾക്ക് അതിസ്വാഭാവിക ജീവൻ പുനഃസ്ഥാപിച്ചു കൊടുക്കുവാനുള്ള രക്ഷകൻ്റെ ജോലിയിൽ അവൾ തൻ്റെ അനുസരണം, വിശ്വാസം, ശരണം, ജ്വലിക്കുന്ന സ്നേഹം എന്നിവയിലൂടെ തികച്ചും അനന്യസാധാരണമായ രീതിയിൽ സഹകരിച്ചു. ഇക്കാരണത്താൽ കൃപാവരത്തിൻ്റെ ക്രമത്തിൽ അവൾ നമുക്ക് അമ്മയാണ്. ഇത് സഭയുടെ പഠനമാണ്. 2000 വർഷത്തെ സഭയുടെ ജീവിതത്തിൻ്റെ ആ വലിയ ആകത്തുകയാണ് എന്താണ്? മേരി നമ്മുടെ അമ്മയാണ് എന്നുള്ള വിശ്വാസ സത്യം. ഇതെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥനയിൽ പറയുന്നത്, എത്രയും ദയുള്ള മാതാവേ, നിൻ്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിൻ്റെ സഹായം അപേക്ഷിച്ച് നിൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല. ഇത് സഭയുടെ ഒരു അനുഭവമാണ്, ഒരു വ്യക്തിയുടേതല്ല, ഒരു വിശുദ്ധൻ്റേതല്ല. എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളുടെയും അനുഭവമാണ്. അമ്മയെ എന്ന് നമ്മൾ മധ്യസ്ഥയായി തിരഞ്ഞെടുത്തോ, എന്ന് നമ്മൾ അമ്മയോട് മധ്യസ്ഥം അപേക്ഷിച്ചോ, അമ്മ നമ്മളെ ഒരിക്കലും കൈവിട്ടിട്ടില്ല. ഒരു പ്രാർത്ഥന പോലും നിഷ്ഫലമായി പോയിട്ടില്ല. ഇത് നമ്മുടെ അനുഭവമാണ്. ആ അനുഭവത്തെ ഏറ്റുപറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, കന്യകളുടെ രാജ്ഞിയായ കന്യകയെ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിൻ്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണയുന്നു. നാം ഒരു എപ്പിസോഡിൽ കണ്ടു, മേരി കന്യകയാണ്. മേരി നിത്യകന്യകയാണ്. നിത്യകന്യക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവൾ പരിപൂർണമായി ദൈവഹിതത്തിന് തന്നെ സമർപ്പിച്ചവളാണ്. തൻ്റെ ശരീരത്തെ, തൻ്റെ മനസ്സിനെ, തൻ്റെ ആത്മാവിനെ. നാം ആ വിശ്വാസവും ഏറ്റുപറയുന്നു. ഓരോ ദിവസവും ഓരോ പ്രാർത്ഥനയിലും, അമ്മ അങ്ങ് കന്യകകളുടെ രാജ്ഞിയായ കന്യകയാണ്. ആ അമ്മയുടെ തൃപ്പാദങ്ങൾ ഞാൻ അണയുന്നു. നമ്മൾ അണയുകയാണ്. എന്തുകൊണ്ട്? അമ്മയെ സ്നേഹിക്കുന്നത്. വീണ്ടും ഞാൻ എൻ്റേതായ അവസ്ഥയെ ഈ പ്രാർത്ഥന വഴി ഞാൻ അമ്മയുടെ മുമ്പിൽ കാണിച്ചു വയ്ക്കുന്നു. ഞാൻ എവിടെയാണ്? വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിൻ്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു. യേശുനാഥൻ തൻ്റെ അമ്മയെ വലിയൊരു ദൗത്യം ഏൽപ്പിച്ചു. എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും പാപത്തിൽ നിന്നും മോചിപ്പിക്കുവാനും പാപത്തിൻ്റെ മാർഗത്തിൽ നിന്നും നമ്മളെ പ്രകാശത്തിൻ്റെ മാർഗത്തിലേക്ക് നയിക്കുവാനും ആ അമ്മയ്ക്ക് ഒരു ദൗത്യം യേശു ഏൽപ്പിച്ചു. ഇതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ പറയുന്നത്, യേശുനാഥൻ കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിക്കുന്നതിന് മുമ്പ് തൻ്റെ അമ്മയെ ഈ ലോകത്തിൽ നമുക്കായി വിട്ടിട്ട് പോയി. എന്തിനായിട്ടാണ്? നമ്മുടെ ഈ ലോകത്തിലെ തീർത്ഥാടന ജീവിതത്തിൽ തനിച്ച് യാത്ര ചെയ്യാതെ നമ്മുടെ കൈപിടിച്ച് നടത്തി യേശുവിലേക്ക് നമ്മെ എത്തിക്കുവാൻ വേണ്ടി യേശു നമുക്ക് നൽകിയത് മറ്റാരെയുമല്ല, യേശുവിൻ്റെ തന്നെ സ്വന്തം അമ്മയാണ്. അതുകൊണ്ടാണ് നാം ഇവിടെ പറയുന്നത്, ഞാൻ പാപിയാണ്, ഞാൻ ഈ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കരഞ്ഞ് കണ്ണുനീർ ചിന്തുന്നു, എങ്കിലും അമ്മേ എനിക്ക് ശരണമാണ് അങ്ങയുടെ സാന്നിധ്യം. അങ്ങയുടെ കൈകളിലാണ് എൻ്റെ ജീവൻ്റെ ആ ഉറപ്പിരിക്കുന്നത്. കാരണം അങ്ങനെ യേശുവിലേക്ക് നയിക്കുന്നു. നിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ആ വചനത്തിൻ്റെ മാതാവാണ് കന്യാമേരി. ഇത് നമ്മൾ ഏറ്റുപറയുകയാണ്.
ഇതുകൊണ്ടാണ് തിരുസഭ തന്നെ പറയുന്നുണ്ട്, കൃപാവര ക്രമത്തിലുള്ള മറിയത്തിൻ്റെ ഈ മാതൃത്വം, അതാണ് പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ ഭക്തിയുടെ മുഴുവൻ കേന്ദ്രമായി നിൽക്കുന്നത്. ദിവ്യമാതൃത്വം, യേശുവിൻ്റെ അമ്മയാണ് എന്നുള്ള ആ സത്യം. വീണ്ടും തിരുസഭയുടെ ഔദ്യോഗിക പഠനത്തിൽ തന്നെ പറയുന്ന ഇതാണ്, കൃപാവരത്തിലുള്ള മറിയത്തിൻ്റെ ഈ മാതൃത്വം മംഗലവാർത്തയുടെ സമയത്ത് അവൾ വിശ്വസ്തതാപൂർവം നൽകിയതും കുരിശൻ്റെ കീഴിൽ അചഞ്ചലമായി നിലനിർത്തിയതുമായ സമ്മതം മുതൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരുടെയും ശാശ്വതമായ പൂർത്തീകരണം വരെ ഇടതടവില്ലാതെ തുടരുന്നു. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ രക്ഷാകരമായ ഈ ദൗത്യം അവൾ മാറ്റിവെച്ചില്ല. നമുക്ക് നിത്യരക്ഷയ്ക്കായി ആവശ്യമായ ദാനങ്ങൾ തൻ്റെ വിവിധ തരത്തിലുള്ള മധ്യസ്ഥം വഴി തുടർന്ന് നൽകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഭയിൽ പരിശുദ്ധ കന്യകയെ അഭിഭാഷക, സഹായിക, ഉപകാരിണി, മധ്യസ്ഥ എന്നീ ബഹുമതി പേരുകളിൽ വിളിച്ചപേക്ഷിക്കുന്നു. ഇതാണ് എത്രയും ദയുള്ള മാതാവ് എന്ന ഒരു ജപം ചെല്ലുമ്പോൾ നാം ചെയ്യുന്ന വിശ്വസിക്കുന്ന സത്യവും ചെയ്യുന്ന പ്രാർത്ഥനയും. കാരണം അമ്മയെ നമ്മൾ അഭിഭാഷകയെന്നും സഹായികയെന്നും ഉപകാരിണിയെന്നും മധ്യസ്ഥയെന്നും വിളിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. കാരണം യേശുനാഥൻ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് ലഭിക്കും, എൻ്റെ നാമത്തിൽ ചോദിക്കുക. ആ മേരിയോട് ചോദിക്കുമ്പോഴും വാസ്തവത്തിൽ നമ്മൾ ചോദിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ തന്നെയാണ്. കാരണം യേശുവാണ് തൻ്റെ അമ്മയെ, നമ്മളെ ഓരോരുത്തരെയും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തത്. അപ്പോൾ അമ്മയോട് യാചിക്കുമ്പോൾ അത് യേശുവിനോട് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അമ്മയുടെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമം തന്നെയാണ് പിതാത്തിൽ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അമ്മയുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ യേശു എന്ന ഏകരക്ഷകനിൽ നമ്മുടെ വിശ്വാസവും പ്രതീക്ഷയും വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇതാണ് എത്രയും ദയുള്ള മാതാവേ എന്ന ജപത്തിൻ്റെ മനോഹാരിത, ലാളിത്യം, അഗാധമായ അർത്ഥം ഇതെല്ലാം ഉൾക്കൊള്ളുന്നത്. അച്ഛാ, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയെപ്പറ്റി എനിക്കൊരു ചോദ്യം ചോദിക്കുവാനുണ്ട്. തിരുസഭയിലെ എല്ലാ പ്രാർത്ഥനകളും തന്നെ ബൈബിളാധിഷ്ഠിതമാണെന്ന് അച്ഛൻ പറയുകയുണ്ടായല്ലോ. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന കഴിഞ്ഞാൽ തിരുസഭയിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന പ്രാർത്ഥന നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയാണ്. എന്നാൽ ഈ പ്രാർത്ഥന നാം ബൈബിളിലൊന്നും കാണുന്നില്ല. ഇതിൻ്റെ ആദ്യ ഭാഗം സുവിശേഷങ്ങളിൽ നിന്ന് എടുത്തതാവാം. പക്ഷേ ബൈബിളിലൊന്നും കാണാത്ത ഈ പ്രാർത്ഥന നാം ചൊല്ലുന്നതിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് എന്താണ്? അതുപോലെ തന്നെ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപത്തിലെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എന്ന ഭാഗം വിശദീകരിക്കാമോ? നാം മുമ്പ് കാണുകയുണ്ടായി, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥന എന്നത് ദൈവവുമായിട്ടുള്ള മനുഷ്യൻ്റെ ആ ബന്ധമാണ്. അതും വ്യക്തിപരമായും സമൂഹപരമായിട്ടും. ഇനി നന്മ നിറഞ്ഞ മറിയമേ എന്ന ആ പ്രാർത്ഥന ബൈബിളിൽ നാം കാണുന്നില്ല. അതേസമയം തന്നെ ഇന്ന് എല്ലാ ക്രൈസ്തവരുടെ നാവിലും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയമേ എന്നത്. പലരും ചോദ്യം ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുമാണ്. കത്തോലിക്ക സഭയിൽ നിന്നും വ്യത്യസ്തമായ മതവിശ്വാസങ്ങൾ ഉള്ള പലരും. ഒരു കാര്യം നാം മനസ്സിലാക്കണം. ഒന്ന്, ഈ പ്രാർത്ഥന ഉൾക്കൊള്ളുന്നത് അത് ബൈബിൾ വചനങ്ങൾ ആണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ തുടങ്ങിയ ആ ഭാഗങ്ങൾ ദൈവത്തിൻ്റെ ആ വചനത്തെ എടുത്തുകൊണ്ട് മനുഷ്യൻ ദൈവവുമായി ബന്ധപ്പെടുകയാണ്. എന്താണ് ദൈവത്തിൻ്റെ വചനം? മാലാഹ മറിയത്തിന് കൊടുത്ത ആ ദൂതാണ്, ഒരു സന്ദേശമാണ്, ഒരു ദൗത്യമാണ്. നമുക്കതൊന്നും കൂടെ കേൾക്കാം. ലൂക്കായുടെ സുവിശേഷം അധ്യായം 1. ദൈവദൂതൻ മറിയത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. ആ ഭാഗം ഒന്നെടുത്ത് വായിക്കാമോ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 1 വാക്യങ്ങൾ 26 മുതൽ 30 വരെ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ
ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്തു വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നന്മ നിറഞ്ഞ മറിയ എന്ന ആ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗമാണ് നാം ഈ സുവിശേഷത്തിൽ നിന്ന് കേട്ടത്. ദൈവവചനമാണ്. ദൈവത്തിൻ്റെ വചനം ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് അരുളി ചെയ്യുന്നു. ഒന്നാമത്, ആ ദൈവത്തിൻ്റെ വചനം തന്നെ പ്രഘോഷിക്കുവാൻ നാം ആരും അർഹരല്ല. കാരണം അത് ദൈവത്തിൻ്റെ വചനമാണ്. എന്നാൽ പൗലോസ്ലീഹ പറയുന്നത് പോലെ യേശു ക്രിസ്തുവിൽ നാം എല്ലാവരും ദൈവമക്കളായതുകൊണ്ട് ആ ദൈവവചനത്തെ പ്രഘോഷിക്കുവാനുള്ള അവകാശം നമുക്ക് യേശു ക്രിസ്തു വഴി ലഭിച്ചു. ഇതുകൊണ്ടാണ് ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന ദൂതൻ്റെ പ്രാർത്ഥന തന്നെ നമ്മൾ എടുത്തു ചെല്ലുന്നത്. ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം ദൂതൻ മറിയത്തിന് കൊടുത്ത ആ സന്ദേശമാണ്. രണ്ടാമത്തെ ഭാഗം എലിസബത്തിൻ്റെ സംഭാഷണത്തിൽ നിന്നും വന്നതാണ്. എലിസബത്തിലൂടെ പരിശുദ്ധാത്മാവ് അരുളി ചെയ്തു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കുവാൻ എനിക്കെങ്ങനെ ഭാഗ്യമുണ്ടായി. ഇതാണ് നന്മ നിറഞ്ഞ മറിയത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, നിൻ്റെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, അത് എലിസബത്തിൻ്റെ വാക്കുകളാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ലാളിത്യവും ദൈവനിവേശിതവും മനസ്സിലാക്കിക്കൊണ്ടാണ് നൂറ്റാണ്ടുകളിലൂടെ മനുഷ്യരുടെ ആ വിശ്വാസത്തിൻ്റെ പ്രകടനമായി ഈ പ്രാർത്ഥന സഭയിൽ ഉരുത്തിരിഞ്ഞത്. അതുകൊണ്ടാണ് ഈ ബൈബിളിൽ ഇപ്രകാരം ഒരു പ്രാർത്ഥനയില്ലെങ്കിൽ തന്നെ ബൈബിളിൽ തന്നിരിക്കുന്ന ആ വചനത്തെ എടുത്തുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുകയാണ്. പ്രഘോഷണത്തിലൂടെ പ്രാർത്ഥന നാം നടത്തുകയാണ്. ഇനി അതിൻ്റെ അവസാന ഭാഗമുണ്ട്, ചോദിച്ചല്ലോ. അതിൻ്റെ വിശദീകരണം എന്താണ്? ആ വിശദീകരണം, ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിട്ടുള്ളണമേ, ആമേൻ. ഈ പ്രാർത്ഥന നമ്മൾ ചെല്ലുന്നത് നമ്മൾക്ക് വേണ്ടി മാത്രമല്ല. ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരു വിശ്വാസി ചെല്ലുമ്പോൾ അതൊരു സമൂഹ പ്രാർത്ഥനയാണ്. സഭയ്ക്ക് മുഴുവനുമായിട്ട് സഭയോട് ഒന്നിച്ച് ചെല്ലുന്നൊരു പ്രാർത്ഥനയാണ്. ഇപ്പോഴും, അതായത് എനിക്ക് ഈ നിമിഷങ്ങളിൽ, ഈ ദിവസങ്ങളിൽ അമ്മയുടെ സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു. എൻ്റെ മരണസമയത്തും അത് എൻ്റെ മാത്രമല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഈ നിമിഷങ്ങളിൽ മരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചെല്ലുമ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന് മുമ്പിലെത്തുന്നുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് സാർവത്രികമായ ഒരർത്ഥമുണ്ട്, ഒരു വ്യക്തിപരമായ പ്രാർത്ഥനയേക്കാൾ കൂടുതൽ. അതുകൊണ്ടാണ് തിരുസഭ ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്. ഇതിൻ്റെ സാർവത്രികത കൊണ്ടും ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തി ഇത് സഭയിൽ ഉരുത്തിരിഞ്ഞൊരു പ്രാർത്ഥനയായതുകൊണ്ടുമാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജനങ്ങളോടൊരിക്കൽ പറയുകയുണ്ടായി, മേരിയിലുള്ള എല്ലാ നന്മകളും ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപയിൽ നിന്നും ലഭിച്ചതാണ്. അവൾക്ക് എന്തൊക്കെ ലഭിച്ചോ അതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, സ്വന്തം യോഗ്യതകൾ കൊണ്ട് ലഭിച്ചതല്ല. പ്രത്യുത ദൈവത്തിൻ്റെ സ്വതന്ത്രവും ഔദാര്യപൂർണവുമായ തീരുമാനത്തിൽ നിന്നും വന്നതാണ്. ഈ ഒരു സത്യത്തെ നമ്മൾ വിളിച്ചു പറയുകയും അതോടൊപ്പം തന്നെ നമ്മൾക്ക് മേരിയിലുള്ള ആ വിശ്വാസം, അതായത് വചനത്തിൻ്റെ അമ്മയായി തിരഞ്ഞെടുക്കപ്പെട്ട ആ പരിശുദ്ധ അമ്മയിലുള്ള വിശ്വാസത്തെ ഓരോ നിമിഷവും നാം ഏറ്റുപറയുകയും ചെയ്യുകയാണ്. അതുവഴി വചനം നാം പ്രാർത്ഥിക്കുന്നത് വഴി, യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, വചനം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന്, വചനം ജീവനാണെന്ന്,
നാം നമ്മളുടെ ജീവിത കെട്ടുപാടുകളിൽ നിന്നും പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നുമെല്ലാം ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചെല്ലുമ്പോഴും നാം സ്വതന്ത്രരാക്കപ്പെടുകയാണ് യേശുവിൻ്റെ ശക്തിയാൽ, യേശുവിൻ്റെ കൃപയാൽ. അതിനുള്ള അവകാശം, അധികാരം, അനുഗ്രഹം അമ്മയ്ക്ക് യേശു നൽകുന്നുണ്ട്. നമ്മൾക്ക് അതിനുള്ള കൃപ നൽകുന്നുണ്ട്. കാരണം ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ യേശുവിൻ്റെ വചനത്തിലൂടെ. ഈ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടാണ് ഓരോ ക്രൈസ്തവനും തനിച്ചും ഒന്നിച്ചു കൂടുമ്പോഴും നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം സന്തോഷപൂർവ്വം അർത്ഥപൂർണമായി ചെല്ലുന്നത്. അത് എനിക്ക് വേണ്ടിയും ലോകം മുഴുവനും വേണ്ടിയും ഈ നിമിഷങ്ങളിൽ മരിക്കുന്ന എല്ലാവരെയും അനുസ്മരിച്ചുകൊണ്ടും കൂടി നമ്മൾ ചെല്ലുന്ന ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകളിൽ നാം കണ്ടു, സഭയിൽ പരമ്പരാഗതമായി സഭയുടെ വിശ്വാസത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഏതാനും ചില പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനയിലൂടെയാണ് നമ്മുടെ വിശ്വാസം അനുദിനം വളരുന്നതും വിശ്വാസം നാം പ്രകടിപ്പിക്കുന്നതും ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്നതും. പ്രത്യേകമായി ഇന്ന് നാം കണ്ടത് എത്രയും ദയുള്ള മാതാവേ എന്ന ആ പരമ്പരാഗതമായ അർത്ഥപൂർണമായ പ്രാർത്ഥന, അതുപോലെ തന്നെ നന്മ നിറഞ്ഞ മറിയം, അതിൻ്റെ സഭയിലുള്ള പ്രാധാന്യം. ഈ പ്രാർത്ഥനകൾ പ്രത്യേകമായി നമ്മുടെ സഭാമക്കളെ ഒന്നിപ്പിച്ച് നിർത്തുവാനും ഒന്നിപ്പിച്ച് പ്രാർത്ഥിപ്പിക്കുവാനും അതുപോലെ തന്നെ വിശ്വാസത്തിൽ ഒന്നിച്ച് വളരുവാനും നമ്മെ സഹായിക്കുന്നു. വ്യക്തിപരമായി അതുപോലെ തന്നെ സമൂഹത്തിലും കുടുംബത്തിലും ഈ രണ്ട് പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ഓരോ നിമിഷവും നമ്മെ സ്വതന്ത്രരാക്കുന്നുണ്ട്, ദൈവിക ജീവനിലേക്ക് വളർത്തുന്നുണ്ട്. നമുക്ക് അനുദിനം ഈ പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ നിത്യവും ചെല്ലാം. പരിശുദ്ധ അമ്മയുടെ നാമം നമ്മുടെ അധരങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ. അപ്പോൾ യേശു വാഗ്ദാനം ചെയ്ത അവിടുത്തെ കൃപാവരം, അവിടുത്തെ സാന്നിധ്യം അമ്മയോടൊപ്പം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ഉണ്ടാകട്ടെ. അമ്മയുടെ മധ്യസ്ഥം നിങ്ങളുടെ ഓരോ വേദനകളിലും, നിങ്ങളുടെ ഓരോ ദുഃഖത്തിലും, നിങ്ങളുടെ ഓരോ കണ്ണുനീരിലും ആ അമ്മയുടെ ശക്തിയും മധ്യസ്ഥവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയംഗമായി നന്ദി പറയുന്നു. എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ആപത്തിലുലയാതെ താങ്ങായി വരും പാരിൻ സഹരക്ഷയമ്മ. പാപത്തിൽ വീഴാതെ തുണയായി വരും പരിശുദ്ധ കന്യയാണമ്മ. പരിശുദ്ധനേശുവിൻ തിരുസന്നിധിയിൽ മാധ്യസ്ഥ്യമേകുന്നോരമ്മ. മക്കളെ കാക്കുന്ന മരിയാമ്പിക ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ.